ഓം ശാന്തി. 15/3/2014. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ റോയലായ കുലത്തിലെ റോയൽ വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ പെരുമാറ്റം വളരെ റോയലായിരിക്കണം. അപ്പോൾ മാത്രമേ ബാബയെ പ്രത്യക്ഷമാക്കാൻ സാധിക്കൂ. ബാബയുടെ ചോദ്യം: വിനാശ സമയത്ത് അന്തിമ പേപ്പറിൽ ആര് പാസ്സാകും? അതിനുവേണ്ടിയുള്ള പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: അന്തിമ പേപ്പറിൽ പാസ്സാകാൻ സാധിക്കുന്നത് അവർക്കാണ്, ആർക്കാണോ ഒരു ബാബയെ അല്ലാതെ പഴയ ലോകത്തിലെ ഒരു വസ്തുവും ഓർമ്മ വരാത്തത്. ഓർമ്മ വന്നു അർത്ഥം തോറ്റുപോയി. ഇതിനുവേണ്ടി പരിധിയില്ലാത്ത മുഴുവൻ ലോകത്തോടുമുള്ള മമത്വം ഇല്ലാതാക്കൂ. പരസ്പരം സഹോദരങ്ങളാണ് എന്ന ബന്ധത്തിന്റെ പക്കയായ അവസ്ഥ വേണം. ദേഹാഭിമാനം മുറിഞ്ഞിരിക്കണം. ഓം ശാന്തി. കുട്ടികൾക്ക് സദാ ഈ ലഹരി ഉണ്ടായിരിക്കണം. അതായത്, നമ്മൾ എത്ര റോയലായ വിദ്യാർത്ഥികളാണ്. പരിധിയില്ലാത്ത അധികാരിയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര ഉയർന്ന റോയൽ കുലത്തിലെ റോയൽ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് റോയൽ വിദ്യാർത്ഥികളുടെ പെരുമാറ്റവും റോയലായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ കുട്ടികൾക്ക് ബാബയുടെ പ്രത്യക്ഷത ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾ ശ്രീമത്തിലൂടെ നടന്ന് ഈ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിന് നിങ്ങൾ കുട്ടികൾ നിമിത്തമാവുന്നു. നിങ്ങൾക്ക് ശാന്തി പാരിതോഷികമായി ലഭിക്കുകയാണ്. അതും ഒരു ജന്മത്തിലേക്കല്ല, ജന്മജന്മാന്തരങ്ങളിലേക്ക് ലഭിക്കുന്നു. എന്താണ്, കുട്ടികൾ അച്ഛന്റെ സമ്മാനം സ്വീകരിക്കില്ലേ? ബാബ നേരിട്ട് വന്ന് കൈകളിൽ സ്വർഗം തരുന്നു. എന്താണ്, കുട്ടികൾക്ക് അറിയുമായിരുന്നു ബാബ വന്ന് ഇത് നൽകുമെന്ന്? ഇപ്പോൾ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിക്കാൻ പറയുന്നത് എന്തിനാണ്? എന്തുകൊണ്ടെന്നാൽ, ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ വികർമ്മം വിനാശമാകൂ. പരിധിയില്ലാത്ത ബാബയുടെ പരിചയം ലഭിച്ചു, നിശ്ചയം വന്നു. ഇനി ബുദ്ധിമുട്ടിന്റെ ഒരു കാര്യവും ഇല്ല. ഭക്തി മാർഗത്തിൽ പിതാവേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായും അച്ഛനിൽ നിന്നും എന്തെങ്കിലും സമ്പത്ത് ലഭിക്കും. നിങ്ങൾക്ക് പുരുഷാർത്ഥത്തിന്റെ മാർജിനുമുണ്ട്. എത്രത്തോളം ശ്രീമത്തിലൂടെ പുരുഷാർത്ഥം ചെയ്യുന്നു, അത്രയും ഉയർന്ന പദവി ലഭിക്കും. അച്ഛൻ, ടീച്ചർ, സദ്ഗുരു 3 പേരുടെയും ശ്രീമതമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങളിലൂടെ വേണം നിങ്ങൾ കുട്ടികൾക്ക് നടക്കാൻ. വീട്ടിൽ തന്നെ ജീവിക്കൂ. നിർദ്ദേശങ്ങളിലൂടെ നടക്കുന്നതുകൊണ്ടാണ് വിഘ്നമുണ്ടാവുന്നത്. മായയുടെ ആദ്യത്തെ വിഘ്നമാണ് ദേഹാഭിമാനം. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് ശ്രീമത്തിനെ മാനിക്കാത്തത്? കുട്ടികൾ പറയുന്നു, ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ബാബ, എന്നാൽ മായ ശ്രീമത്ത് അനുസരിക്കാൻ അനുവദിക്കുന്നില്ല. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, വിശേഷിച്ചും പഠിപ്പിൽ തീർച്ചയായും പുരുഷാർത്ഥം ആവശ്യമാണ്. ആരാണോ നല്ല കുട്ടികൾ അവരെ ഫോളോ ചെയ്യൂ. എല്ലാവരും ഈ പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. അതായത്, നമുക്ക് ബാബയിൽ നിന്നും ഉയർന്ന സമ്പത്ത് എടുക്കണം. മുള്ളിൽ നിന്നും പുഷ്പമാവുന്നതിനു വേണ്ടി ബാബയുടെ ഓർമ്മ അത്യാവശ്യമാണ്. 5 വികാരങ്ങളുടെ മുള്ള് എപ്പോൾ ഉള്ളിൽ നിന്നില്ലാതാവുന്നോ നിങ്ങൾക്ക് പുഷ്പമായി മാറാൻ സാധിക്കും. മുള്ളില്ലാതാകുന്നത് യോഗബലത്തിലൂടെയാണ്. പല കുട്ടികളും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇന്നവർ ഇങ്ങനെ പോയി, ഒരുപക്ഷെ നമ്മളും പോകും. എന്നാൽ അവരെ കണ്ട് വീണ്ടും പുരുഷാർത്ഥം ചെയ്യുകയല്ലേ വേണ്ടത്? ശരീരം വിടുമ്പോൾ ബാബയുടെ ഓർമ്മ ഉണ്ടാവണം. വശീകരണ മന്ത്രം ഓർമ്മ ഉണ്ടാവണം. ബാബയെ കൂടാതെ മറ്റൊന്നും തന്നെ ഓർമ്മ വരരുത്. അപ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോവണം. ബാബ, ഞങ്ങൾ അങ്ങയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അത് മാത്രമായിരിക്കണം ചിന്ത. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവിൽ എന്തഴുക്കാണോ നിറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഭസ്മമാവും. ആത്മാവിലുണ്ടെങ്കിൽ അത് ശരീരത്തിലും ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ജന്മജന്മാന്തരങ്ങളിലെ അഴുക്കുണ്ട്, അതെല്ലാം കത്തിക്കണം. എപ്പോഴാണോ നിങ്ങളുടെ മുഴുവൻ അഴുക്കും കത്തുന്നത്, അപ്പോൾ ലോകവും ശുദ്ധമാകും. നിങ്ങളിലൂടെ ലോകത്തിൽ നിന്ന് മുഴുവൻ അഴുക്കും ഇല്ലാതാവണം. നിങ്ങൾക്ക് കേവലം നിങ്ങളുടെ അഴുക്കില്ലാതാക്കിയാൽ പോരാ, എല്ലാവരുടെയും അഴുക്കുകളെ വൃത്തിയാക്കണം. ബാബയെ വിളിക്കുന്നത് തന്നെ, ബാബ
വന്ന് ഈ ലോകത്തിൽ നിന്നും അഴുക്കിനെ ഇല്ലാതാക്കൂ എന്നു പറഞ്ഞാണ്. മുഴുവൻ വിശ്വത്തെയും പവിത്രമാക്കണം. ആർക്കുവേണ്ടിയാണ്? ആ പവിത്ര ലോകത്തിൽ നിങ്ങൾ കുട്ടികൾ തന്നെയാണ് ഏറ്റവും ആദ്യം രാജ്യം ഭരിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ബാബ നിങ്ങൾക്കുവേണ്ടി നിങ്ങളുടെ ദേശത്തിലേക്ക് വന്നിരിക്കുന്നത്. ഭക്തിയും ജ്ഞാനവും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഭക്തിയിൽ എത്ര നല്ല നല്ല ഗീതങ്ങളാണ് പാടുന്നത്, എന്നാൽ ആരുടെയും നന്മ ആ ഗീതങ്ങളിലൂടെ ഉണ്ടാവുന്നില്ല. മംഗളം അതുള്ളത് തന്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നതിലും ബാബയെ ഓർമ്മിക്കുന്നതിലും മാത്രമാണ്. എങ്ങനെയാണോ ലൈറ്റ് ഹൌസ് കറങ്ങുന്നത്, അതുപോലെയാണ് നിങ്ങളുടെ ഓർമ്മയും. സ്വദർശനത്തെ തന്നെയാണ് ലൈറ്റ് ഹൌസ് എന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് ബാബ് ദാദയിൽ നിന്നും സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കാനുണ്ട്. ഇതിനെ തന്നെയാണ് നരനിൽ നിന്നും നാരായണനാകാനുള്ള സത്യനാരായണ കഥ എന്ന് പറയുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങളുടെ ആത്മാവ് തമോ പ്രധാനമാണ്, അതിനെ സതോ പ്രധാനമാക്കണം. സത്യയുഗത്തിൽ സതോ പ്രധാനമായിരുന്നു, ഇപ്പോൾ വീണ്ടും സതോ പ്രധാനമാക്കാൻ ബാബ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ സതോ പ്രധാനമാവും. ബാബ തന്നെയാണ് ഗീത കേൾപ്പിച്ചത്. ഇപ്പോഴാണെങ്കിൽ മനുഷ്യർ കേൾപ്പിക്കുന്നു. എത്ര വ്യത്യാസമാണ്! ഭഗവാൻ തന്നെയാണ്. ഭഗവാനാണ് നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നത്. പുതിയ ലോകത്തിൽ പവിത്ര ദേവതകൾ മാത്രമാണുള്ളത്. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് പുതിയ ലോകത്തിന്റെ സമ്പത്ത് തരുന്നതും. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്തിമഗതി ശ്രേഷ്ഠമാകും. നിങ്ങൾക്കറിയാം, ബാബ വരുന്നത് സംഗമയുഗത്തിലാണ്. അതും നമ്മൾ കുട്ടികളെ പുരുഷോത്തമനാക്കുന്നതിനു വേണ്ടി. ഇപ്പോൾ ഈ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാവുന്നു. ഇത് വീണ്ടും ആരംഭിക്കും. ഈ സന്തോഷവും നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പ്രദർശിനികളിൽ ആരെല്ലാമാണോ വരുന്നത്, അവരെ ആദ്യം ശിവബാബയുടെ ചിത്രത്തിനു മുന്നിൽ കൊണ്ടുപോയി നിർത്തും. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നതിലൂടെ ഇങ്ങനെയായിത്തീരും. അച്ഛനിൽ നിന്നും സമ്പത്ത് എടുക്കുന്നതിലൂടെ സത്യയുഗത്തിലേക്ക് പോവാൻ സാധിക്കും. ഈ ഭാരതം സത്യയുഗമായിരുന്നു, ഇപ്പോൾ അല്ല, വീണ്ടും ആവും. അതുകൊണ്ടാണ് ബാബയെയും ചക്രവർത്തി പദവിയെയും ഓർമ്മിക്കൂ, എങ്കിൽ അന്തിമഗതി ശ്രേഷ്ഠമാവുമെന്ന് ബാബ പറയുന്നത്. ഇതാണ് സത്യമായ പിതാവ്. ഇവരുടെ സന്താനമാവുന്നതിലൂടെ നിങ്ങൾക്ക് സത്യലോകത്തിന്റെ അധികാരിയായി മാറാൻ സാധിക്കും. ഏറ്റവും ആദ്യം അള്ളാഹു ആരാണ് എന്നതിൽ പക്കയാവൂ. അള്ളാഹു ബാബയാണ്. അള്ളാഹുവിന്റെ കയ്യിലുള്ള സമ്പത്ത് ചക്രവർത്തി പദവിയും. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാവും. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവും. എത്ര സഹജമായ കാര്യമാണ്! ജന്മജന്മാന്തരമായി ഭക്തിയുടെ കാര്യങ്ങൾ കേട്ട് കേട്ട് ബുദ്ധിക്ക് പൂട്ട് വീണിരിക്കുന്നു. ബാബ വന്ന് താക്കോൽ ഉപയോഗിച്ച് ബുദ്ധിയുടെ പൂട്ടിനെ തുറക്കുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും കാത് അടഞ്ഞുപോയി, കല്ല് ബുദ്ധികളായി മാറി. നിങ്ങൾ കുട്ടികൾ എഴുതുന്നുമുണ്ട്, ശിവ് ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? സ്വർഗത്തിന്റെ സമ്പത്ത് ഓർമ്മയുണ്ടോ? ചക്രവർത്തി പദവിയെ ഓർമ്മിക്കുന്നതിലൂടെ മുഖം മധുരമാകില്ലേ? ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് എത്ര ഉപകാരമാണ് ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ അപകാരം മാത്രമാണ് ചെയ്തു വന്നത്. അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്, ആരുടെയും ദോഷമല്ല. നിങ്ങൾ കുട്ടികളുടെ ഈ മിഷൻ തന്നെയാണ് കല്ലുബുദ്ധികളെ പവിഴബുദ്ധി അഥവാ മുള്ളുകളെ പുഷ്പമാക്കുന്നതിന് വേണ്ടിയുള്ളത്. ഈ മിഷൻ നിങ്ങളുടെ പ്രവർത്തനമാണ്. എല്ലാവരും പരസ്പരം മുള്ളിൽ നിന്നും പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. അവരെ ഇങ്ങനെയാക്കുന്ന ഒരു രാജാപുഷ്പവും തീർച്ചയായും ഉണ്ടാവും. സ്വർഗത്തിന്റെ സ്ഥാപന അഥവാ പൂക്കളുടെ പൂന്തോട്ടമുണ്ടാക്കുന്നത് ഒരേയൊരു ബാബയാണ്. നിങ്ങളാണ് ഈശ്വരീയ സഹായികൾ. തമോ പ്രധാനമായവരെ സതോ പ്രധാനമാക്കണം. ഇതാണ് സഹായം. വേറെ ഒരു ബുദ്ധിമുട്ടും ബാബ തരുന്നില്ല. മനസ്സിലാക്കി കൊടുക്കുന്നതും വളരെ സഹജമാണ്. കലിയുഗത്തിൽ തന്നെയാണ് തമോ പ്രധാനമാകുന്നത്. അഥവാ കലിയുഗത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ
ഇനിയും ഇത് തമോ പ്രധാനമായി മാറും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളെ പുഷ്പമാക്കുന്ന ബാബ വന്നിരിക്കുന്നു. മുള്ളാക്കുന്നത് രാവണന്റെ ജോലിയാണ്, വീണ്ടും പുഷ്പമാക്കുന്നത് ബാബയുടെ ജോലി. ആർക്കാണോ ശിവ് ബാബയെ ഓർമ്മയുള്ളത് അവർക്ക് സ്വർഗവും തീർച്ചയായും ഓർമ്മയുണ്ടാവും. പ്രഭാതത്തിൽ പരിപാടികൾ തുടങ്ങുമ്പോൾ അതിലും കാണിക്കൂ. അതായത്, ഞങ്ങൾ പ്രജാപിത ബ്രഹ്മകുമാരൻ കുമാരിമാർ ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാവുന്നു. അതേ ദേവതയിൽ നിന്ന് പിന്നീട് ക്ഷത്രിയൻ, അതിൽ നിന്നും വൈശ്യൻ. ഇത് ഒരു ചാക്രികമായ പ്രക്രിയയാണ്. ആർക്കും മനസ്സിലാക്കി കൊടുക്കുക വളരെ സഹജമാണ്. നമ്മൾ ബ്രാഹ്മണരാണ്, ബ്രാഹ്മണർക്കാണ് കുടുമയുള്ളത്. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി. കുട്ടികൾക്ക് എത്ര നല്ല അറിവാണ് ലഭിക്കുന്നത്. മറ്റെല്ലാം തന്നെ ഭക്തിയാണ്. ജ്ഞാനം ഒരു ബാബ മാത്രമാണ് കേൾപ്പിക്കുന്നത്. സ്വർഗത്തിന്റെ സദ്ഗതി ദാതാവ് ഒരു ബാബ മാത്രമാണ്. പുരുഷോത്തമ സംഗമ യുഗവും ഒന്നു മാത്രമേയുള്ളൂ. ഈ സമയത്താണ് ബാബ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഭക്തിയിൽ പിന്നീട് ഇതിന്റെ ഓർമ്മ ചിഹ്നവും ഉണ്ട്. ബാബ നിങ്ങൾ കുട്ടികൾക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ സമ്പത്ത് നേടാൻ സാധിക്കും. ഈ പഠിപ്പ് വളരെ സഹജമാണ്. നരനിൽ നിന്നും നാരായണനാകുന്നതിനുള്ള പഠിപ്പാണിത്. കഥ എന്ന് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ കഥയിൽ ലക്ഷ്യമുണ്ടാകാറില്ല. പഠിപ്പിൽ ലക്ഷ്യമുണ്ട്. ആരാണ് പഠിപ്പിക്കുന്നത്? ജ്ഞാനസാഗരനായ ബാബ. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഞാൻ വന്ന് നിങ്ങൾ കുട്ടികളുടെ സഞ്ചി, ബുദ്ധിയുടെ സഞ്ചിയെ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. പരിധിയില്ലാത്ത ബാബയോട് നിങ്ങൾ എന്തു ചോദ്യം ചോദിക്കും? ഈ സമയം എല്ലാവരും കല്ലുബുദ്ധികളാണ്. രാവണനെക്കുറിച്ചും ആർക്കും അറിയില്ല. നിങ്ങൾക്കിപ്പോൾ ചോദിക്കാനുള്ള ബുദ്ധി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരോട് ചോദിക്കൂ, ശരിക്കും രാവണൻ ആരാണ്? എപ്പോഴാണ് രാവണന്റെ ജന്മം ഉണ്ടായത്? എപ്പോൾ മുതലാണ് രാവണനെ കത്തിക്കാൻ ആരംഭിച്ചത്? അപ്പോൾ ആ മനുഷ്യർ മറുപടി പറയും, അനാദികാലം മുതലെന്ന്. നിങ്ങൾക്ക് അനേക പ്രകാരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. അതും സമയം വരുമ്പോൾ ചോദിക്കൂ. ആർക്കും ഉത്തരം പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ആത്മാവ് ഓർമ്മയിൽ മുഴുകും. ഇപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ഞാൻ സതോ പ്രധാനമായിട്ടുണ്ടോ? മനസ്സ് സാക്ഷ്യം നൽകുന്നുണ്ടോ? ഇപ്പോൾ കർമാതീത അവസ്ഥ ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വളരെ കുറച്ചു പേരാണുള്ളത്. അതുകൊണ്ടാണ് ആരും നിങ്ങൾ പറയുന്നത് കേൾക്കാത്തത്. മാത്രവുമല്ല, നിങ്ങളുടെ കാര്യവും വേറിട്ടതാണ്. ഏറ്റവും ആദ്യം പറയൂ, ബാബ സംഗം യുഗത്തിലാണ് വരുന്നത്. ഓരോ കാര്യവും എപ്പോൾ മനസ്സിലാക്കുന്നോ അപ്പോഴേ മുന്നോട്ടു പോവാനാവൂ. വളരെ ധൈര്യത്തോടെ, വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കണം. അതായത്, നിങ്ങൾക്ക് 2 അച്ഛന്മാരുണ്ട്, ലൗകികവും പാർലൗകികവും. പാർലൗകിക അച്ഛനിൽ നിന്നും സമ്പത്ത് അപ്പോഴാണ് ലഭിക്കുന്നത് എപ്പോഴാണോ സതോ പ്രധാനമാവുന്നത്. ഓർമ്മയുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ രസം ഉയരും. നിങ്ങൾ കുട്ടികളിൽ ഗുണം നിറയുന്നു. ബാബ വന്ന് നിങ്ങൾ കുട്ടികളെ യോഗ്യരാക്കി മാറ്റുകയാണ്. ആരോഗ്യവും സമ്പത്തും ഗുണങ്ങളും ബാബ തരുന്നു. വിദ്യാഭ്യാസവും നൽകുന്നു. ഈ രാവണന്റെ ജയിൽ ശിക്ഷകളിൽ നിന്നും ബാബ മോചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മന്ത്രിമാർ മുതലായവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം. അവർക്ക് വെള്ളം പോലെയായി നൽകുക. നിങ്ങളുടെ ജ്ഞാനം വളരെ മധുരമാണ്. സ്നേഹത്തോടിരുന്ന് കേൾക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെ കണ്ണുനീർ വരും. എപ്പോഴും ഈ ദൃഷ്ടിയോടെ നോക്കൂ. അതായത്, ഞാൻ സഹോദരന് വഴി പറഞ്ഞു കൊടുക്കുന്നു. പറയൂ, ഞങ്ങൾ ശ്രീമത്തിലൂടെ ഭാരതത്തിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ സേവനത്തിൽ തന്നെയാണ് പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ പറയുന്നു, ഡൽഹിയിൽ സേവനത്തിന്റെ വലയമിടൂ, വർദ്ധിപ്പിക്കൂ. എന്നാൽ ഇതുവരേക്കും ആരെയും അമ്പുകൊണ്ട് മുറിപ്പെടുത്തിയിട്ടില്ല. മുറിപ്പെടുത്തുന്നതിന് യോഗബലം വേണം. യോഗബലത്തിലൂടെ മാത്രമേ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായി മാറൂ. ഒപ്പം ജ്ഞാനവും ഉണ്ട്.
യോഗത്തിലൂടെ നിങ്ങൾക്ക് ആരെയും ബാബയിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികൾ പ്രഭാഷണം വളരെ നന്നായി ചെയ്യുന്നുണ്ട്, എന്നാൽ യോഗത്തിന്റെ ആകർഷണം കുറവാണ്. മുഖ്യമായ കാര്യം യോഗമാണ്. നിങ്ങൾ കുട്ടികൾ യോഗബലത്തിലൂടെയാണ് പവിത്രമാകുന്നത്. അതുകൊണ്ട് യോഗബലം വളരെ അത്യാവശ്യമാണ്. അതിന്റെ കുറവ് വളരെയധികമുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷത്താൽ നൃത്തം ചെയ്യൂ. ഇത് സന്തോഷത്തിന്റെ നൃത്തമാണ്. ഈ ജ്ഞാനയോഗത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ നൃത്തമുണ്ടാകുന്നു. ബാബയുടെ ഓർമ്മയിൽ ഇരുന്നിരുന്ന് നിങ്ങൾ അശരീരിയാകുന്നു. ജ്ഞാനത്തിലൂടെ അശരീരിയാകണം. ഇതിൽ അപ്രത്യക്ഷമാകുന്നതിന്റെ കാര്യം ഇല്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ജ്ഞാനവും വേണം. ഇപ്പോൾ വീട്ടിലേക്ക് പോവണം, പിന്നീട് രാജധാനിയിലേക്ക് വരും. ബാബ വിനാശത്തിന്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരവും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ ലോകവും അഗ്നിക്ക് ഇരയായിരിക്കുന്നു. നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോവാൻ യോഗ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോവണം. അതുകൊണ്ട് ശരീരത്തിൽ പോലും ഒരു മമത്വവും വെക്കരുത്. ഈ ശരീരത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് ഉപരാമമായിരിക്കണം. കേവലം തന്റെ വീടിനെയും രാജധാനിയെയും മാത്രം ഓർമ്മിക്കൂ. ഒരു വസ്തുവിലും ആസക്തി ഉണ്ടായിരിക്കരുത്. മഹാവിനാശം ഉണ്ടാവും. എപ്പോഴാണോ വിനാശം ആരംഭിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അതെ, നമ്മൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. പഴയ ലോകത്തിൽ ഏതെങ്കിലും വസ്തു ഓർമ്മ വന്നാൽ തോറ്റുപോകും. കുട്ടികളുടെ അടുത്ത് ഒന്നും തന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്തോർമ്മ വരും? പരിധിയില്ലാത്ത മുഴുവൻ ലോകത്തിൽ നിന്നും മമത്വം ഇല്ലാതാക്കൂ. ഇതിൽ പരിശ്രമം ഉണ്ട്. എപ്പോഴാണോ ദേഹാഭിമാനം മുറിഞ്ഞു പോകുന്നത്, അപ്പോൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ദൃഷ്ടി ഉറച്ചതാവും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും. ദേഹി അഭിമാനിയാവുന്നുവെങ്കിൽ നഷ്ടമുണ്ടാവില്ല. നമ്മൾ സഹോദരനെ പഠിപ്പിക്കുന്നു, സഹോദരനോട് സംസാരിക്കുകയാണ്. ഇത് ഉറയ്ക്കണം. സ്കോളർഷിപ്പ് നേടണമെങ്കിൽ ഇത്രയും പുരുഷാർത്ഥം ചെയ്യൂ. മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം, നമ്മൾ സഹോദരങ്ങളാണ്. എല്ലാ ആത്മാക്കളും ഒരു പിതാവിന്റെ സന്താനങ്ങളാണ്. എല്ലാ സഹോദരങ്ങൾക്കും അച്ഛന്റെ സമ്പത്തിനുമേൽ അവകാശമുണ്ട്. സഹോദരിയാണെന്ന ബോധം പോലും വരരുത്. ഇതിനെയാണ് ബാബ പറയുന്നത് ആത്മാഭിമാനി സ്ഥിതി. ആത്മാവിന് ഈ ശരീരം ലഭിച്ചിരിക്കുന്നു. അതിൽ ചിലരുടെ ശരീരത്തിന് പുരുഷന്റെ പേരും ചിലരുടെ ശരീരത്തിന് സ്ത്രീയുടെ പേരും വെച്ചിരിക്കുന്നു. ബാക്കി ആത്മാവ് ഇതിൽ നിന്നും ഉപരിയാണ്. ചിന്തിക്കണം, ബാബ ഏതൊരു വഴിയാണോ പറഞ്ഞു തരുന്നത് അത് ശരിയാണ്. ഇവിടെ കുട്ടികൾ വരുന്നത് തന്നെ ഈ അഭ്യാസം ചെയ്യാൻ വേണ്ടിയാണ്. ട്രെയിനിൽ ആർക്കും തന്റെ ബാഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് ബാബയുടെ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കൂ. ഇരുന്ന് ഓരോരുത്തരോടും ചോദിക്കൂ, നിങ്ങൾക്ക് എത്ര അച്ഛന്മാരുണ്ട്? പിന്നീട് അവർക്കുത്തരം പറഞ്ഞു കൊടുക്കൂ. ഇതാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ബാബയിലേക്ക് ആകർഷിക്കാനുള്ള യുക്തി. നിങ്ങൾക്ക് 2 അച്ഛന്മാരാണ്, എന്നാൽ ഞങ്ങൾക്ക് 3 അച്ഛന്മാരുണ്ട്. ഈ അലൗകിക അച്ഛനിലൂടെയാണ് നമുക്ക് പരമാത്മാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒന്നാന്തരം സാധനങ്ങളുണ്ട്. ആരെങ്കിലും ചോദിക്കുകയാണ്, ഇതിലൂടെ എന്താണ് ലാഭമുള്ളത്? പറയൂ, ഇത് ഞങ്ങളുടെ കർത്തവ്യമാണ്. അന്ധരുടെ ഊന്നുവടിയായി ഈശ്വരനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. ഏതുപോലെയാണോ കന്യാസ്ത്രീകൾ സേവനം ചെയ്യുന്നത്, അതുപോലെ നിങ്ങളും ചെയ്യൂ. നിങ്ങൾക്ക് വളരെയധികം പ്രജകളെ ഉണ്ടാക്കണം. ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. എല്ലാവർക്കും ഉയർന്ന കലയിലേക്കുള്ള വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ഒരു ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ സന്തോഷവും ഉണ്ടാവും. വികർമ്മം വിനാശമാകും. ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുക വളരെ സഹജമാണ്. എന്നാൽ വളരെയധികം കുട്ടികൾ ഇതിൽ പിഴവ് വരുത്തുന്നുണ്ട്. അച്ഛാ, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണ: അന്തിമ സമയത്ത് പാസ്സാകുന്നതിനു വേണ്ടി
ഈ ശരീരത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഉപരാമമായി കഴിയൂ. ഒരു വസ്തുവിലും ആസക്തി വയ്ക്കരുത്. ബുദ്ധിയിലുണ്ടാവണം, നമ്മൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. വളരെ ധൈര്യത്തോടെയും സ്നേഹത്തോടെയും എല്ലാവർക്കും രണ്ടച്ഛന്മാരുടെ പരിചയം കൊടുക്കൂ. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ സെഞ്ചി നിറച്ചു കൊടുക്കണം. മുള്ളുകളെ പൂക്കളാക്കുന്ന സേവ തീർച്ചയായും ചെയ്യൂ. വരദാനം: വിഘ്നമാകുന്ന ആത്മാക്കൾ അധ്യാപകരാണെന്ന് മനസ്സിലാക്കി അവരിൽ നിന്നും പാഠം പഠിക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. ഏത് ആത്മാക്കളാണോ വിഘ്നമുണ്ടാക്കാൻ നിമിത്തമാവുന്നത്, അവരെ വിഘ്നമാകുന്ന ആത്മാവായി കാണരുത്. അവരെ സദാ പാഠം പഠിപ്പിക്കുന്നതിന്, മുന്നോട്ട് സ്വയത്തെ നയിക്കുന്നതിന് നിമിത്തമായ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. അനുഭവിയാക്കുന്ന അധ്യാപകനാണെന്ന് മനസ്സിലാക്കൂ. പറയാറുണ്ട്, നിന്ദിക്കുന്നവർ മിത്രങ്ങളാണെന്ന്. അതിനാൽ അവർ വിഘ്നങ്ങളെ മറികടത്തുന്ന അനുഭവിയാക്കുന്ന അധ്യാപകരായി മാറി. അതിനാൽ വിഘ്നമാകുന്ന ആത്മാവിനെ ആ ദൃഷ്ടിയിൽ കാണുന്നതിനു പകരം സദാകാലത്തേക്ക് വിഘ്നങ്ങളിൽ നിന്നും മറികടക്കുന്നതിന് നിമിത്തം, അചഞ്ചലമാക്കുന്നതിന് എനിക്ക് നിമിത്തമായി മാറി എന്ന് മനസ്സിലാക്കൂ. ഇതിലൂടെ പിന്നീട് അനുഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്ലോഗൻ: പരാതിയുടെ ഫയൽ സമാപ്തമാക്കി ഫൈനും റിഫൈനുമായി മാറൂ. ഓം ശാന്തി.